കഴിഞ്ഞ വർഷം നവംബർ 5-നാണ് വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കാതെ മരണപ്പെടുന്നത്. ഈ സംഭവത്തിന് ശേഷം വേണുവിൻ്റെ കുടുംബം നിരവധി നിയമസഹായങ്ങളും മറ്റും ആവശ്യപ്പെട്ട് പല വാതിലുകളും മുട്ടി. പക്ഷേ അപ്പോഴൊന്നും അവർക്കാവശ്യമായ ഒരു നിയമസഹായമോ നടപടികളോ ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം ആ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് പ്രഖ്യാപനത്തിൽ ഇതൊരു ചികിത്സാ പിഴവ് എന്ന് കണ്ടെത്തി മുഖ്യമന്ത്രി ഇപ്പോൾ ഈ കുടുംബത്തിന് ഒരു ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വേണുവിൻ്റെ ഭാര്യ സിന്ധു ഉണ്ട്. സിന്ധു, ഈ വാർത്ത അറിഞ്ഞോ? കേട്ടിരുന്നു? കേട്ടു. ഞാൻ സ്കൂളിലായിരുന്നു. അന്നേരമാണ് അറിഞ്ഞത്. ഞാനൊരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുക. അവിടെ ഇരുന്നപ്പോഴാണ് ഞാനിങ്ങനെ അറിഞ്ഞത്. ഒരുപാട് സന്തോഷം തോന്നി. കാരണം യു.ഡി.എഫ് സർക്കാർ കയറിയിട്ട് കുറച്ച് നാളുകൾ മാത്രമേ, അതായത് വിരലെണ്ണാവുന്ന നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ സാറ് സഹായിച്ചു. യു.ഡി.എഫ് സർക്കാർ, അതായത് സാർ എന്നെ സഹായിച്ചു. ഒരുപാട് സന്തോഷം തോന്നി. ഇനിയും സാർ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് യു.ഡി.എഫ് സർക്കാർ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് മെഡിക്കൽ നെഗ്ലിജൻസ്, അതായത് ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ധനസഹായം പ്രഖ്യാപിക്കുന്നത്. ഏറ്റവും ഒരു സന്തോഷം തോന്നി. ഇനിയും ഇങ്ങനെയൊക്കെ, അതായത് ഇങ്ങനെയുള്ള നഷ്ടങ്ങളൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. മെഡിക്കൽ നെഗ്ലിജൻസിൽ ഇങ്ങനെ ഒരു ആദ്യം അതെങ്ങനെയാണ് അറിഞ്ഞത്? അതായത് ഇപ്പം ഈ വിവരം ആദ്യം ആരാണ് താങ്കളെ വിളിച്ച് പറയുന്നത്? ഷിബു സാർ എന്നെ വിളിച്ചു പറയാം. സാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെസ്സേജ് എനിക്ക്, അതായത് 5 ലക്ഷം ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ ധനസഹായം പ്രഖ്യാപിച്ചു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ റിലേറ്റീവ് ഇങ്ങനെ വാർത്ത കണ്ടിട്ട് എന്നെ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു ധനസഹായം. അന്നേരം ഞാൻ സാറിനെ വിളിച്ചു. അന്നേരം സാർ ഒരു മീറ്റിങ്ങിലായിരുന്നു. ആണ് ഫോൺ എടുത്തത്. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഇറങ്ങും വിളിക്കും. അങ്ങനെ സാർ എന്നെ അന്നേരം തന്നെ വിളിച്ചിട്ട് സാറ് പറഞ്ഞ ഇതുപോലെയാണ് സിന്ധു, ഇതുപോലെ മെഡിക്കൽ നെഗ്ലിജൻസിന് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ധനസഹായം നമ്മൾ അനുവദിക്കുന്നത്. തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സിന്ധുവിനാണ് ഈ ഒരു ധനസഹായം കിട്ടുന്നതെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി സാറിന്. അതായത് സാറിന് എന്താണ്, സാർ ഇവിടെ വന്ന് എല്ലാം കണ്ടു. സാർ വിജയിച്ചതിന് ശേഷം സാർ ഇവിടെ വന്നു. അതായത് എന്താണ്, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല സാർ വന്നത്. സാർ ആത്മാർത്ഥമായിട്ട് തന്നെ സാറെല്ലാം പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ചികിത്സാ പിഴവെന്നുള്ള ആക്ഷേപം അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു പരാതിയിൽ നടപടികൾ കൂടി അന്ന് ആവശ്യപ്പെട്ടു. അതെന്തായി ഇതുവരെ? നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു. കാരണം കഴിഞ്ഞ സർക്കാർ അധികാരത്തിലുള്ള സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടപടി, അതായത് ഫസ്റ്റ് ഹിയറിംഗ് കഴിഞ്ഞു. റിപ്പോർട്ട് വന്നപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് വന്നു. അതിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. അതായത് സിസ്റ്റത്തിൻ്റെ തകരാറാണെന്നും പറഞ്ഞ് അവരൊന്നും തന്നെ ചെയ്തില്ല. വീണ്ടും രണ്ടാമത്തെ ഒരു ഹിയറിങ്ങിനെ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പോയി. പിന്നെ അതിൻ്റെ റിപ്പോർട്ട് എന്തായി, ആർക്ക് അനുകൂലമായിട്ടാണ് വന്നത് എന്നൊന്നും അറിയില്ല. പിന്നെ ജനുവരി 6-ന് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഒരു അദാലത്ത് ഉണ്ടായിരുന്നു. അതിന് പോയി. അതിൻ്റെ ഭാഗമായിട്ടും റിപ്പോർട്ട് വന്നത് 100% ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വന്നത്. അതായത് ഞാനിപ്പോൾ ഷിബു സാറിന് ഞാൻ നിവേദനം കൊടുത്ത സമയത്ത് ഈ റിപ്പോർട്ടുകൾ, 2 റിപ്പോർട്ടുകളും ഞാൻ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സാർ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ എൻ്റെ ഈ ഒരു റിപ്പോർട്ട് അംഗീകരിച്ചു. യു.ഡി.എഫ് സർക്കാർ അതിന് നല്ലൊരു തീരുമാനമെടുത്തു. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് അദ്ദേഹത്തിന് മക്കളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ എത്തിക്കണമെന്നുള്ളത്. അതിന് അദ്ദേഹം ഇല്ലാതായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളമായി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനോടൊപ്പം എനിക്ക് മക്കളെ വളർത്തണമെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ഒരു ജോലി, ഒരു സ്ഥിര വരുമാനം വേണം എന്ന് ഞാൻ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു ആശ്വാസം എന്ന രീതിയിൽ എനിക്കിപ്പോൾ ഈ ഒരു ധനസഹായം ലഭിച്ചു. ഒരുപാട് സന്തോഷം തോന്നി. ഇനിയും ഈ സർക്കാർ എന്നെ കൈവിടില്ല എന്ന് തന്നെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ ഞാൻ ചിന്തിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ഇതിലൊരു വീഴ്ച വരുത്തിയ ആൾക്കാർക്കെതിരെ ഒരു നടപടി, അതൊരു മാതൃകാപരമായ നടപടി ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇനി ഇതുപോലെ ഒരു കുടുംബത്തിനും ഒരു നഷ്ടം ഉണ്ടാകാൻ പാടില്ല. അവർക്കെതിരെ, അതായത് ആരൊക്കെയായിരുന്നു ഉദ്യോഗസ്ഥർ, അവർക്കെതിരെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഇതുപോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു നടപടി ഉണ്ടാകണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഈ ആരോഗ്യരംഗത്തുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വേണുവിന് അന്ന് എന്തായിരുന്നു ആശുപത്രിയിൽ നേരിട്ടത്? ഒപ്പമുണ്ടായിരുന്ന ഭാര്യയ്ക്ക് കൃത്യമായ കാര്യങ്ങൾ അറിയാമല്ലോ. അതായത് അന്ന് നമുക്ക് കൊല്ലത്ത് ചെന്നപ്പോഴേ ആൻജിയോഗ്രാം വേണമെന്നാണ് പറഞ്ഞത്. അതായത് എമർജൻസി ആൻജിയോഗ്രാമാണ് പറഞ്ഞത്. അവിടെ എമർജൻസി ഇല്ല. അവർ ഡേറ്റ് കൊടുത്ത് വിടത്തതേ ഉള്ളൂ. എന്നാൽ അവിടെ എമർജൻസി ആൻജിയോഗ്രാം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. അവിടെ ഏകദേശം 5 ദിവസം നമ്മൾ അവിടെ കിടന്നിട്ട് പോലും യാതൊരു നീക്കങ്ങളും ഉണ്ടായില്ല. അതായത് ആൻജിയോഗ്രാം ചെയ്യാം, എക്കോ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ ദിവസങ്ങളിൽ ചെയ്തില്ല. കൃത്യമായിട്ട് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നേനെ എന്ന് ഞങ്ങൾ കരുതുന്നു. ഇനി ഇങ്ങനെയുള്ള വീഴ്ചകളൊന്നും ഉണ്ടാകാതെ ഈ സർക്കാർ എന്തൊക്കെ നടപടികളാണ്, ഹോസ്പിറ്റലിൽ എന്തൊക്കെ മെയിൻ്റനൻസ്, എന്തൊക്കെ കാര്യങ്ങൾ, അതെല്ലാം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ചികിത്സാ പിഴവ് എന്നുള്ള രീതിയിൽ ഒരു കണ്ടെത്തലൊക്കെ നടത്തി ഒരു സഹായം, ആശ്വാസം എന്ന രീതിയിൽ കുടുംബത്തിന് നൽകുകയാണ്. അതിൽ ഒരു നന്ദി ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും. ഇതിൽ ഞാൻ അതായത് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഇവിടുത്തെ പ്രദേശവാസികളായ അതായത് ഞാൻ യുഡിഎഫുകാരോടാണ് ഞാൻ എല്ലാ ഹെൽപ്പും. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു ഇലക്ഷൻ വന്നിട്ട് പോലും എന്നോട് ഒരു വോട്ട് ചോദിക്കാൻ പോലും അവർ വന്നിട്ടില്ല. എന്നെ സഹായിച്ചത് 100% ഞാൻ ഉറപ്പായിട്ടും പറയും. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പഠിച്ചവർ മഷിത്തണ്ട് അവരാണ് ഒരുപാട് സഹായിച്ചു. അതുപോലെ യുഡിഎഫിലെ ഓരോ ദാണ്ട ഇപ്പോഴും ഞാൻ മെമ്പറിനെ വിളിച്ചപ്പോൾ അന്നേരം തന്നെ വന്നു, രഞ്ജിത്ത് വന്നു. എന്നോടൊപ്പം എല്ലാ കാര്യത്തിനും ഞാൻ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്. അവരെല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇനിയും ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ മക്കളുടെ കാര്യത്തിനായാലും എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അവരെ വിളിച്ച് ചോദിക്കുന്നത്. ഇനിയും അവരുടെ സഹായം സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ കാര്യവും ഞാൻ ഒരുപാട് എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു നന്ദിയും ഞാൻ ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുന്നു. ക്യാബിനറ്റിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം അറിഞ്ഞപ്പോൾ ആദ്യം തോന്നിയത് എന്തായിരുന്നു? എനിക്ക് സത്യത്തിൽ ഞാൻ ആ സമയത്ത് പൊട്ടിക്കരഞ്ഞു. ഞാൻ സ്കൂളിലായിരുന്നു. ഞാൻ പൊട്ടിക്കരഞ്ഞു. കാരണം ഇങ്ങനെ ഒരു ഇത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു സഹായം അനുവദിച്ചല്ലോ എന്നുള്ള ഒരിത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവൻ്റെ ഒരു അംശമാണ് അതല്ലേ. അന്നേരം എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹം എന്നോടൊപ്പം ഇല്ലാതായിപ്പോയല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് തോന്നി. ഞാൻ കരഞ്ഞു. ഒപ്പം തന്നെ ഇനിയിപ്പം മറ്റ് നടപടികൾ എന്തൊക്കെയായിരിക്കും? അതായത് നിയമ നടപടികളെ മുന്നോട്ട് പോകാൻ തന്നെയല്ലേ തീരുമാനം? ഇങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. മുമ്പോട്ട് എന്താണോ അധികൃതർക്കെതിരെ എന്താണെന്ന് വെച്ചാൽ നടപടി ഉണ്ടാകണം. അതേപോലെ എനിക്കൊരു ജോലി ഞാൻ ഇനി മുമ്പോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഇതിൽ നടപടികൾ ആവശ്യപ്പെട്ട് നമ്മൾ പലയിടങ്ങളിലും എത്തി, പല ആൾക്കാരെയും കണ്ടു. അപ്പോഴൊക്കെ തന്നെ ചില രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പകപോക്കലുകളൊക്കെ ഇതിനായിട്ടുണ്ടായി എന്ന് പറഞ്ഞിരുന്നല്ലോ. തീർച്ചയായിട്ടും പകപോക്കൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. അന്ന് മുതൽ അന്നത്തെ ദിവസം അതായത് ഹസ്ബൻഡ് മരിക്കുന്ന അന്നത്തെ ദിവസം എല്ലാവരും വന്നിട്ട് BJP ഉൾപ്പെടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു കേസ് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ UDFുകാരാണ് കൊണ്ടുപോയത്. അത് ഓക്കെ. പക്ഷേ ഒരു മാനുഷിക പരിഗണനയുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭരണം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അവരാരും പിന്നീട് അന്നത്തെ ദിവസം വന്നിട്ട് പോയതല്ലാതെ വേറെ യാതൊരു നടപടികളും അവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു ഇലക്ഷന് ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും എൻ്റെ ഈ മുറ്റത്ത് എൻ്റെ ഇവിടെ വോട്ട് ചോദിക്കാനായിട്ട് വന്നിട്ടില്ല. അതായത് ഞാൻ പലരോടും പറഞ്ഞു എൻ്റെ ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് നിരോധിത മേഖലയാണ് എന്ന് വരെ ഞാൻ പറഞ്ഞു. കാരണം ആരും വോട്ട് ചോദിക്കാൻ വന്നില്ല. കാരണം ഇത്രയും വൈരാഗ്യം ആരോടും പാടില്ല. കാരണം നഷ്ടം എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രമാണ് ഉണ്ടായത്. അവർക്കൊരു ആശ്വാസം, ഒരു വാക്ക് അല്ലെങ്കിൽ ഒന്ന് വിളിക്കാമായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇതൊരു എന്താണ് ഒരു ഇത് മാനുഷിക പരിഗണന ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഇതെല്ലാം ഒരു UDF ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങൾക്ക് ഇത്രയൊക്കെ പറ്റൂ എന്നൊരു രീതിയിൽ ആക്കി കളഞ്ഞു. ഒരുപാട് വിഷമം തോന്നി എനിക്ക്. അത് മാത്രമല്ല ഇലക്ഷൻ സമയത്ത് അതായത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആ കുട്ടിക്ക് ജോലി കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നു. ധനസഹായം കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഞങ്ങളോടൊപ്പം നിൽക്കാതെ അവരോടൊപ്പം നിന്നു. അതുകൊണ്ട് ഞങ്ങൾ അനുവദിച്ചത് മൊത്തത്തിൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ ഒരു ധനസഹായം അനുവദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓർഡർ ഒരു നമ്പർ വെച്ചാണ് വരുന്നത്. അത് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞ് പലരും ഇവിടെ പലരോടും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. കാരണം പലരും എന്നോടും ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിലോട്ട് പോയത്? അതായത് അവരല്ല ഇതെല്ലാം ചെയ്യാൻ സഹായിക്കാനായിട്ട് നിന്നല്ലേ, മക്കളെ നല്ലവണ്ണം വളർത്തിക്കൂടായിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങോട്ട് മാറിയത്? പക്ഷേ കാരണം അവരെന്നെ ഒന്നും വിളിച്ചിട്ടില്ല. അതാണ് സത്യം. എനിക്ക് മാത്രമേ അറിയാം. അവരെന്നെ വിളിച്ചിട്ടില്ല. അത് മാത്രമല്ല എൻ്റെ മക്കൾക്ക് എല്ലാ മാസം വിദ്യാഭ്യാസത്തിന് ഒരു ചിലവ് ശുഭ സാറ് തരാമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഈ മാസം വരെ കൃത്യമായിട്ട് സാറ് തരുന്നുണ്ട്. എല്ലാ മാസവും എൻ്റെ അക്കൗണ്ടിൽ സാർ എത്തിക്കുന്നുമുണ്ട്. 4.25 സെൻറ്റ്. ഇവിടെയാണ് അദ്ദേഹത്തെ അടക്കിയത്. കുട്ടികളുടെ വിദ്യാഭ്യാസം മൂത്ത മോളിപ്പം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് റെയിൽവേയുടെയും കോച്ചിങ്ങിന് പോകുന്നു. പിന്നെ ഇളയ മോൾ നീറ്റിൻ്റെ കോച്ചിങ്ങിന് പോയി. ഇപ്പോൾ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ക്യാൻസലായി. ജൂൺ 21 അടുത്ത എക്സാം ഉണ്ട്. അതിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമോ മോള്. എന്തായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് ഞാൻ എത്തിക്കും എൻ്റെ മക്കളെ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിനൊരു മോക്ഷം കിട്ടത്തില്ല. അത് സത്യമാണ്. കാരണം അദ്ദേഹം എന്നോടൊപ്പം ഉണ്ട് എന്നതിനൊരു തെളിവാണ് ഈ ഒരു ധനസഹായം പോലും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഈ കുടുംബത്തിനൊരു ആശ്വാസമാണ്. ധനസഹായം ലഭിക്കും എന്നുള്ള ഈ കുടുംബത്തിൻ്റെ അവസ്ഥകൾക്ക് അതൊരു ആശ്വാസമാണ്. ഒപ്പം തന്നെ അവർ ആഗ്രഹിക്കുന്നത് ഇതിലാവശ്യമായ കൃത്യമായ ഒരു നിയമ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അതുതന്നെയാണ് പൊതുജനങ്ങൾക്കും നമുക്കുമൊക്കെ പ്രാർത്ഥിക്കാനും പറയാനുമുള്ളത്. പ്രതിഭാളത്തുകൊണ്ടൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.